നമസ്കാരം. നമ്മുടെ ചാനലിലെ എല്ലാ ആൾക്കാർക്കും നമസ്കാരം. ഇന്ന് രാത്രി ഈ നൈറ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാര്യമായി പെട്ടെന്ന് തോന്നിയതാണ്. ഒന്ന് നമ്മളുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നുള്ളത്. കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്ത് പൗത്രേശ്വരം എന്ന പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ ഏക ശകുനി ക്ഷേത്രമായ പൗത്രേശ്വരം മലന്തണ്ട ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഈ വരുന്ന ഫെബ്രുവരി 10-ാം തീയതി, മകരം 28. അത് ഞങ്ങളുടെ ഒരു ദേശദേവൻ എന്ന രീതിയിൽ ഞങ്ങളുടെ ഈ ഉത്സവം വളരെ വലിയ രീതിയിലാണ് ഞങ്ങൾ ആഘോഷിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കെട്ടുകാഴ്ചകളും ഫ്ലോട്ടുകളും DJ സംവിധാനങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ദേശത്തുള്ള എല്ലാ ആൾക്കാരും ഇത് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു വലിയ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാര്യം ഞങ്ങൾ കെട്ടുകാഴ്ചയൊക്കെ ബുക്ക് ചെയ്തു, അതിൻ്റെ പിരിവുകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം ഞങ്ങൾ അമ്പലത്തെ ക്ഷേത്രത്തിൽ പോയി സംസാരിക്കുകയും കെട്ടുകാഴ്ച ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞങ്ങളെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തു. അവിടെ വിളിച്ചപ്പോൾ അറിഞ്ഞത് പുത്തൂർ സ്റ്റേഷനിൽ ഒരു പരാതി ക്ഷേത്രത്തിനടുത്തുള്ള ആരൊക്കെയോ ചേർന്ന് കുറച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ ബുക്ക് ചെയ്തേക്കുന്ന ചില കെട്ടുകാഴ്ചകൾ എന്ന് വെച്ചാൽ ഈ ശബ്ദവും കുറച്ച് അത്യാവശ്യം ലൈറ്റ് സംവിധാനമൊക്കെ ഉള്ള കുറച്ച് കെട്ടുകാഴ്ചകൾ അത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേസെടുക്കും, കെട്ടുകാഴ്ച പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, കോടതി നിറക്കേണ്ടി വരും, വലിയ ഭീമമായ തുകകൾ പെറ്റിയടിച്ച് തരുമെന്നൊക്കെ ഉള്ള രീതിയിലാണ് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത്. സർക്കിൾ മെസ്സേജൊക്കെ അടക്കം പറഞ്ഞിട്ടുണ്ട്. അവർ നിസ്സാരമാണ്. ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, പള്ളികളിൽ പരിപാടികൾ നടക്കുന്നുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ വർഷത്തിലൊരിക്കലുള്ള ഒരു ഉത്സവം നമുക്കൊന്ന് ആഘോഷിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഇത്രത്തോളം വളരെ ഈ ചെറുപ്പക്കാരെയും ഉത്സവം ആഘോഷിക്കുന്ന എല്ലാ ആൾക്കാരെയും ദുഃഖത്തിലാക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ചില ആൾക്കാർ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം. യുക്തിവാദി സംഘത്തിൻ്റെയൊക്കെ ഒരു നേതാവാണ് രവി എന്ന് പറയുന്ന വഞ്ചിമുക്ക് ഭാഗത്ത്, ഞങ്ങളുടെ അടുത്ത് തന്നെ വഞ്ചിമുക്ക് ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ്. അയാളവിടെ താമസിക്കുന്നില്ല, അവിടെ വീടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അയാൾ തിരുവനന്തപുരത്തൊക്കെയാണ് താമസം. അയാൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ മൈക്ക് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. മുല്ലവേലി ക്ഷേത്രം, പൊരിക്കൽ സ്ഥിതി ചെയ്യുന്ന മുല്ലവേലി ക്ഷേത്രത്തിനെതിരെ ഇദ്ദേഹം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അതേ പ്രശ്നമാണ് ഇപ്പോൾ ഈ മലനട ക്ഷേത്രത്തിലും വന്നിരിക്കുന്നത്. ഞങ്ങളടക്കം ക്ഷേത്രത്തിൻ്റെ ഒരു 6 ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ DJയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും നല്ല കെട്ടുകാഴ്ചകൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് വർഷത്തിലൊരിക്കൽ വരുന്ന ഈ കെട്ടുകാഴ്ച ഒരു 3-4 ഏറിപ്പോലെ ഒരു 5 മണിക്കൂറത്തേക്കുള്ള കാര്യങ്ങളേ ഉള്ളൂ. അനിഷ്ട സംഭവങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ചാഘോഷിച്ച് നമ്മൾ ഉത്സവം സമാപിച്ച് നമ്മൾ പോരുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോലീസിനോട് നമ്മൾ സംസാരിച്ചു. ഇതുപോലെ കോടതി പറയുന്ന പ്രകാരം 10 മണിക്ക് തന്നെ സൗണ്ട് സിസ്റ്റമൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ക്ഷേത്ര ഭരണസമിതിയും വേണ്ടത്ര രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നില്ല. ഒരു അലംഭാവത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ഉത്സവം വിജയിപ്പിക്കണമെന്ന് താല്പര്യമില്ലാത്തൊരു ക്ഷേത്ര ഭരണസമിതിയാണ് പൗത്രേശ്വരം മലനട ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഞങ്ങൾ ഈ പറയുന്ന പോലെ കെട്ടുകാഴ്ച വിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ കെട്ടുകാഴ്ച കൊണ്ടുവരും. പക്ഷേ ഈ പറയുന്ന പോലെ നിയമങ്ങൾ ലംഘിച്ചുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ല. എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന മലയപ്പൂപ്പിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടുകാഴ്ച നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുപോരും. അതിനുശേഷം ഞങ്ങൾ ഈ കരക്കാരൊക്കെ കൂടി ആലോചിച്ച് ഈ ക്ഷേത്ര ഭരണസമിതിയിൽ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ, ഞങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭാവിയിലും ഉത്സവങ്ങളൊക്കെ വരും. നമുക്ക് കെട്ടുകാഴ്ചകളൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഉത്സവം ആഘോഷിക്കേണ്ടതാണ്. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് എന്ന് വെച്ച് വെല്ലുവിളിച്ചുകൊണ്ടല്ല, പോലീസിനെയോ മറ്റാരെയും വെല്ലുവിളിച്ചുകൊണ്ടല്ല. അവർ പറയുന്ന അനുവദനീയമായ കാര്യങ്ങളൊക്കെ വെച്ച് മാത്രം ഞങ്ങൾ കെട്ടുകാഴ്ച കൊണ്ടുവരും. ഈയിടയിൽ തന്നെ ഇതിനിടയ്ക്ക് തന്നെ പല ആൾക്കാരും കെട്ടുകാഴ്ചകൾ ക്യാൻസൽ ചെയ്തെന്നും അറിയാൻ കഴിഞ്ഞു. അതൊക്കെ വളരെ വളരെ മോശം പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കാണിക്കുന്നതിനകത്ത്. ക്ഷേത്ര ഭരണസമിതിയെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അവരും കൈവിട്ട അവസ്ഥയാണ്. എന്തായാലും ഉത്സവത്തിന് കാണാം. മലയപ്പൂവൻ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമൊന്നുമില്ലാതെ കെട്ടുകാഴ്ച നല്ല രീതിയിൽ മലയപ്പൂവിനെ വന്ന് കണ്ട് ആറാടിച്ച് ഈ വർഷത്തെ ഉത്സവം നല്ല രീതിയിൽ സമാപിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം. ഓക്കെ, ബൈ.